ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു തായ്ലൻഡ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ തെറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം ജയിലിലേക്ക് ആക്കുമല്ലോ, അതുപോലെ തെറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെ മാത്രം കൊണ്ടുവിടുന്ന ഒരു ജയില് പോലെയുള്ള സ്കൂള്, അതും ഒരു ദ്വീപിന് നടുവിലായിട്ട്. അങ്ങനെ ആ സ്കൂളിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരു പെൺകുട്ടി, അവൾ ഇതിനു മുന്നേ നിന്നിരുന്ന സ്കൂളിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിച്ചതിന് ശേഷമാണ് അവൾ ഈ സ്കൂളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതെല്ലാം എന്തുകൊണ്ടാണ്, ഇതിനു മുന്നേ അവൾ നിന്ന സ്കൂളിൽ എന്താണ് സംഭവിച്ചത്, വിചിത്രമായിട്ടുള്ള ഈ സ്കൂളിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു മൂവി. അല്ലെങ്കിലും ഈ തായ്ലൻഡ് മൂവീസ് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതിനു മുന്നേ തന്നെ ഞാൻ ഒരു സോംബി ത്രില്ലർ മൂവി ചെയ്തിരുന്നു, അതും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി പറയുന്ന ഒരു മൂവി ആയിരിക്കും ഇതും. മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിലെ തെറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം നേരെയാക്കാൻ വേണ്ടി അവരെ ജയില് പോലുള്ള സ്കൂളിലേക്ക് കൊണ്ടുവിടും. അതുപോലെ ഇങ്കെന്ന് പറഞ്ഞൊരു പെണ്ണിനെയും കൊണ്ട് ചാൻ എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരു ദ്വീപിലേക്ക് വരികയാണ്. അപ്പൊ അവളുടെ പേര് ഇങ്കെന്നായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഹീറോയിനെ തന്നെ വിളിക്കാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ ഹീറോയിനെ കൊണ്ട് ആ ദ്വീപിലേക്ക് വരുമ്പോൾ അവളെ വെൽക്കം ചെയ്യാൻ വേണ്ടി, അവളെ അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എമി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. എമി എന്ന് പറഞ്ഞ ഈ പെണ്ണ് ഒരുപാട് നാളായിട്ട് ഈ ദ്വീപിൽ നിൽക്കുന്നുണ്ട്. കാരണം അവളും എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരെ രണ്ടുപേരും ആ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എമി പറയുന്നുണ്ട്, കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എന്ന് ചാനിനോട് പറഞ്ഞ് ഹീറോയിനെ നേരെ ആ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ആ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹീറോയിനെ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതുമല്ല ഇവരെല്ലാവരെയും നോക്കാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ഹെഡ് ഉണ്ടാവുമല്ലോ, അവരെ മദർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ ഇവിടെ ആദ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവളുടെ പേരും മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിൽ ചില പെൺകുട്ടികളാണെങ്കിലോ അവള് ബുള്ളി ചെയ്യാനായിട്ടും ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആ മദർ അവിടെ നിന്ന് പോകുന്നതും ചാനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അവന്റെ ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. ഓടി ചെല്ലുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അവൻ ബോട്ട് കെട്ടിയിട്ടിരുന്നില്ല. ഇപ്പൊ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആ ബോട്ട് അവിടെ നിന്ന് അഴിഞ്ഞു പോയി. ഇത് കാരണം ചാനും എമിയും ആ മദറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ബോട്ട് സംഘടിപ്പിച്ച് തരാൻ കഴിയോ, എന്നാൽ എനിക്ക് പോകാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ വേറൊരു ബോട്ട് സംഘടിപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയത്തില്ല. അതുമല്ല 1976 ഈ കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഉണ്ടല്ലോ, അതും കേടായിപ്പോയി. ഇപ്പൊ കടലിലാണെങ്കിലോ നല്ല കൊടുങ്കാറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഇത് കഴിയാതെ ഒരിക്കലും അവന് പുറത്തേക്കും പോകാൻ കഴിയത്തില്ല. ഇപ്പൊ ഈ കൊടുങ്കാറ്റ് മാറിക്കഴിഞ്ഞാൽ മറ്റൊരു ബോട്ട് ഈ കരയിലേക്ക് വരും. അതുവരെ എന്നെ ഇവിടെ നിർത്തണം, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും തന്നാൽ മതി എന്നെല്ലാം പറയുമ്പോൾ ആ മദർ ഉണ്ടല്ലോ, നീ ഇവിടെ നിൽക്കുന്നതേ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ളൊരു ജീവിതമായിരിക്കും എന്നുള്ള രീതിയിൽ അവന് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടാണ് അവന് നിൽക്കാനായിട്ട് ഒരു കീ കൊടുക്കുന്നത്. അത് ഈ സ്കൂളിലെ അല്ല, പകരം ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അവിടുത്തെ കീയാണ് അവന് കൊടുക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ആ മദർ വിളിച്ചിരുത്തിയിട്ട് അവള് വരുമ്പോഴത്തേക്കും അവളുടെ ഫയലും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അത് വായിച്ചു നോക്കുമ്പോൾ ആ മദർ തന്നെ പെട്ടെന്ന് പേടിച്ചിട്ട് ഏയ് നീ എന്തായി ചെയ്തേക്കുന്നേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് പറയുന്നില്ല. എന്നിട്ട് അവളോട് പറയും, ഒരു 17 വയസ്സുള്ള പെൺകുട്ടി ചെയ്യുന്ന കാര്യം നല്ലത്, ശരി നീ വെളിയിൽ എന്തുവേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇവിടെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നല്ലൊരു പെൺകുട്ടിയായിട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോയിനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് 2 പെൺകുട്ടികളാണ്. പോകുന്ന വഴിക്ക് തന്നെ അവർ പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാ ജോലികളും നീ തന്നെ ചെയ്യണം, വെള്ളം പിടിച്ചു വയ്ക്കണം, വൈകുന്നേരമായി കഴിഞ്ഞാൽ എല്ലായിടത്തും ലൈറ്റ് കത്തിക്കണം, ഇതെല്ലാം ചെയ്യേണ്ടത് നീയാണ് എന്ന എല്ലാ ജോലികളും പുതുതായിട്ട് വന്ന ഒരാളുടെ മേളിൽ അടിച്ചേൽപ്പിക്കലോ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർക്ക് ഉറങ്ങാനുള്ള ആ സ്ഥലമുണ്ട്, അവിടേക്ക് കൊണ്ടുവന്നിട്ട് ദേ ഇതാണ് നിനക്ക് കിടക്കാനുള്ള ബെഡ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ മുഴുവൻ പാറ്റയും പ്രാണികളായിട്ടിരിക്കുന്നു. എന്നിട്ട് പറയും, ഇതിൽ നിനക്ക് കിടക്കാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ നീ താഴെ കിടന്നു, പിന്നെ ഞങ്ങൾ കാലും കൈയും എടുത്ത് തലയെ വെക്കുമ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇതെല്ലാം അവളെ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഹീറോയിൻ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. എന്നിട്ട് തന്റെ ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് അവളുടെ കട്ടിലിനടുത്തായിട്ട് ഏതോ ഒരു പെണ്ണിന്റെ നിഴല് കാണുന്നുണ്ട്. ഹീറോയിൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ വേറെ ആരെയും ഇങ്ങനെ കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അവളെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് വരും. ബാത്റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അയ്യോ, ഇതുപോലെയുള്ള ബാത്റൂമിൽ എങ്ങനെ പോവാനാണ്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഡോർ ഉണ്ടല്ലോ അത് ആരും ഇട്ട് ഇടിക്കുന്നത് പോലെ. ഇവളാണെങ്കിൽ പേടിച്ചിട്ട് ഇത് ആരാന്നെല്ലാം ചോദിക്കുന്നതും പെട്ടെന്ന് മുകളിൽ നിന്നും ബക്കറ്റിലെ ഈ ബാത്റൂമിന്റെ അഴുക്കുണ്ടല്ലോ അതെല്ലാം കൂടി അവളുടെ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. വേറെ ആരുമല്ല, ഇവിടുത്തെ റൗഡികളായിട്ടുള്ള പെൺകുട്ടികളുണ്ടല്ലോ അവർ തന്നെ ചെയ്ത കാര്യമാണ്. പക്ഷെ അവരല്ല ചെയ്തത്, വേറൊരു പാവം പിടിച്ച പെണ്ണിനെ കൊണ്ടാണ് അവർ ചെയ്യിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരെല്ലാവരും പറയുന്നുണ്ട് ഹീറോയിനോട്, മര്യാദയ്ക്കെല്ലാം കഴുകിയിട്ട് വന്നോ നാറ്റം പിടിച്ചവള് എന്നെല്ലാം പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇപ്പൊ ഈ സ്ഥലത്ത് ഇവർക്ക് ഓരോ ജോലികൾ കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ ഈ പൂക്കൾ കോർക്കുന്നൊരു ജോലി, അത് കഴിഞ്ഞിട്ട് ഡ്രെയിനേജ് ക്ലീൻ ചെയ്യണം. ഇങ്ങനെ സ്കൂളിലുള്ള പല ജോലികളും നമ്മുടെ ഹീറോയിനെ കൊണ്ട് അവർ ചെയ്യിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൾ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന സമയത്ത് അവളുടെ കൈ പെട്ടെന്ന് മുറിയും. അപ്പോഴാണ് ചാൻ അവിടേക്ക് വന്നിട്ട് ഹേയ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിക്കണ്ടേ, ഓക്കെ വലിയ രീതിയിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള തുണി കീറിയിട്ട് അവളുടെ കയ്യിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കും. എന്നിട്ട് അവളോട് പറയും, നഴ്സിംഗ് റൂമിലെ മരുന്നുണ്ടാവും, അതെടുത്ത് കയ്യിൽ വെച്ചേക്ക്, പിന്നെ
ഞാനിവിടെയുള്ള സമയത്തോളം ഞാൻ നിന്റെ ഒരു സുഹൃത്താണ്, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് അന്ന് രാത്രി നമ്മുടെ ഹീറോയിൻ കുളിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് ആ റൗഡി പെണ്ണുങ്ങളുണ്ടല്ലോ അവരെല്ലാവരും കുളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. അവിടെയാണ് എമി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ഹീറോയിനെ കാണുന്നത്. അതുമല്ല, ഹീറോയിന്റെ കയ്യിലുള്ള ആ ഒരു കെട്ടുണ്ടല്ലോ, ആ തുണി കാണുമ്പോൾ തന്നെ അവൾക്ക് നല്ല ദേഷ്യമുണ്ട്. വേറൊന്നല്ല, അവള് ചാൻ എന്ന് പറഞ്ഞ അവനെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ അവന്റെ തുണി ഇവളുടെ കയ്യിൽ വരുമ്പോഴത്തേക്കും എന്തായാലും ദേഷ്യം വരത്തില്ലേ. ആ ദേഷ്യത്തിൽ കുറെ നേരം അവളെ തന്നെ നോക്കുന്നു. അത് കഴിഞ്ഞ് രാത്രിയിൽ നമ്മുടെ ഹീറോയിൽ കിടന്നുറങ്ങുമ്പോൾ എമി ഒരു കത്തി എടുത്തിട്ട് അങ്ങനെ വരികയാണ്. എന്തായാലും അവളെ കൊല്ലാനല്ല, അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിലുള്ള ആ തുണി ഉണ്ടല്ലോ അത് കട്ട് ചെയ്തങ്ങ് എടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവളുടെ പിറകില് കഥകിനടുത്തായിട്ട് ആരോ നിൽക്കുന്നത് പോലെ അയ്യോ വിട്ടുപോയെന്നും പറഞ്ഞ് അവള് പതിയെ തിരിയുന്നതും അവിടെ വേറെ ആരെ കാണുന്നില്ല. എന്നിട്ട് തിരിയുമ്പോഴത്തേക്കാണ് ദേ ഇതുപോലെ അവളുടെ കയ്യില് ഒരു പ്രേതം പിടിക്കുന്നത് പോലെ പെട്ടെന്ന് പേടിച്ചിട്ട് അവിടെ നിന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ ഡോറിന് മുന്നിലൂടെ ആരോ നടന്നു പോകുന്നത് പോലെ എമിയാണെങ്കിലോ ഒരു റാന്തലും എടുത്ത് അതിന്റെ പിറകെ തന്നെ പോകും. ഇപ്പൊ ആ പെൺകുട്ടിയാണെങ്കിൽ നടന്ന് മുകളിലേക്കാണ് പോകുന്നത്. എമിയും പുറകെ തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് പറയും, ദേ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും പേടിച്ചിട്ടില്ല എന്ന്. പേടിച്ചിട്ട് തന്നെയാണ് പറയുന്നത്, പക്ഷേ അവരുടെ മുന്നിൽ പേടി കാണിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിയുമ്പോഴാണ് സൈഡിൽ നിന്ന് ദേ ഇതുപോലെ വന്ന് അവളെ പേടിപ്പിക്കുന്നതും അവൾ ആ സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് ഒന്ന് വീഴുന്നു. ഉരുണ്ട് താഴേക്ക് വീഴുമ്പോൾ വലിയ രീതിയിൽ പരിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ അവളുടെ ബോധം പോകുന്നത് പോലെ അരമയക്കത്തിൽ അവളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഏതോ ഒരു പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ദേ ഇത്രയുള്ള നിന്റെ ലിമിറ്റ്, ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലേ എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവർക്ക് ഈ ഒരു വെജിറ്റബിൾ എല്ലാം വെച്ചിട്ട് ക്രാഫ്റ്റ് പോലെ എന്തോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതിലിരിക്കുന്ന സമയത്താണ് എമി ഹീറോയിനെ തന്നെ ദേഷിച്ചു നോക്കുന്നു. അപ്പോഴാണ് ആ മദറിന് എമിക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചെന്ന് മനസ്സിലായി. എമിയുടെ അടുത്തേക്ക് വന്നിട്ട് അല്ല എമി നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എമി പറയും, ഇല്ല മദർ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് ആ മദർ അവിടെ നിന്ന് പോകുന്നതും ഈ റൗഡി ഗ്യാങ്ങിന്റെ ഹെഡ് തന്നെ എമിയാണ്. അവളിപ്പോ ആ ടീമിനെ വിളിച്ചിട്ട് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് ചെന്ന് ഹീറോയിൻ അങ്ങനെ പിടിച്ചു വലിച്ച് ഇന്നലെ രാത്രി അവിടെ ഉപദ്രവിച്ചത് നീയല്ലേ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ അതിലൊരു പെണ്ണുണ്ടല്ലോ അവള് പെട്ടെന്ന് ഹീറോയിന്റെ കയ്യിലൊരു കത്തി ഇരിപ്പുണ്ട്. ആ കത്തിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നീയല്ലേ ചെയ്തേന്ന് ചോദിച്ച് അവസാനം ആ കത്തി കൊണ്ട് അവളുടെ കയ്യിൽ തന്നെ മുറിക്കും. എന്നിട്ടാണ് ബാക്കിയുള്ള പെൺകുട്ടികളോട് പറയുന്നത്, ദേ ഇപ്പൊ കണ്ടില്ലേ ഇവള് തന്നെയാണ് എന്റെ കൈ മുറിച്ചത്, നിങ്ങൾ എല്ലാവരും അത് കണ്ടു. അതുപോലെ തന്നെയാണ് ഇന്നലെ എമിയെ താഴേക്ക് തള്ളിയിട്ടതും ഇവള് തന്നെയാണ് എന്നെല്ലാം പറയുമ്പോൾ അവിടെയുള്ള പെൺകുട്ടികൾ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ നല്ലതാണോ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷെ ഇവരെ പേടിച്ച് ആരും വേറൊന്നും പറയത്തില്ല. എന്നിട്ട് ഹീറോയിനോട് ഇവർ പറയുന്നത് എന്താണെന്നറിയോ, ഇന്നലെ എമിയെ തള്ളിയിട്ടത് നീയാണെന്ന് മദറിനോട് പോയി പറയണം. ഇനി നീ അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നീ കാരണം ഇവിടെയുള്ള എല്ലാവർക്കും ഓരോ ശിക്ഷ ഞങ്ങൾ കൊടുക്കും എന്നെല്ലാവരും പറയും. ഇപ്പോ ഹീറോയിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവള് വെളിയിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ മുകളിലേക്ക് ആ ഒരു അഴുക്ക് കോരി ഒഴിച്ചല്ലോ ഒരു പാവം പെണ്ണ്, അവളുടെ പേര് ബൊമ്മി എന്നാണ്. ഇപ്പൊ അവള് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്നോട് ക്ഷമിക്കണം, എമിയും അവളുടെ ഗ്യാങ്ങും ഇതുപോലെ പുതുതായിട്ട് ആര് വന്നാലും അവരെല്ലാവരെയും കൺട്രോളിലാക്കാൻ വേണ്ടി ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിന്നോട് ചെയ്തത്. ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലും ആ മദറും ഒന്നിനും പ്രതികരിക്കാറില്ല. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇവിടെ ചാൻ ഉണ്ടല്ലോ, അവൻ ആ ലൈറ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. ഇപ്പൊ അവനെ കാണാൻ വേണ്ടി എമി അവിടേക്ക് വരികയാണ്. എന്നിട്ടാണ് അവനോട് ചോദിക്കുന്നത്, ചാൻ നീ ആ പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ അവളെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ചാൻ പറയും, എവിടെ, ഞാൻ അവളുടെ പേര് വരെ ചോദിച്ചിട്ടും അവൾ എന്നോട് അത് പറഞ്ഞില്ല. അപ്പോഴാണ് എമി ചോദിക്കുന്നത്, ഓക്കെ ശരി, സിറ്റിയിലുള്ള ഒരു ഓർഫനേജിന്റെ പേര് അവനോട് പറഞ്ഞിട്ട് ഈ ഓർഫനേജിനെ പറ്റി നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ അറിയാം, എന്തു പറ്റിയെന്ന് ചോദിക്കുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിൻ രാത്രിയിൽ കുളിക്കാനായിട്ട് വരികയാണ്. അപ്പോഴാണ് കാണിക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു മുറിഞ്ഞൊരു പാടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇതിനു മുന്നേ അവള് സിറ്റിയിൽ 1-2 സ്കൂളുകളിലെല്ലാം പഠിക്കാൻ പോയിരുന്നു. അതും കൂടാതെ ഹീറോയിൻ ഒരു ഗ്രാമത്തിൽ വളർന്നൊരു പെൺകുട്ടിയാണ്. സിറ്റിയിലൊക്കെ വരുമ്പോഴത്തേക്കും അവിടെയുള്ള പെൺകുട്ടികളെല്ലാവരും ഇവളെ ബുള്ളി ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവളെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിലെ ഗ്ലാസ് വെച്ചിട്ട് മുറിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും. അതിൽ സംഭവിച്ചതാണ് ഈ മുറിവ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ബാത്റൂം തൊട്ട് ആ സ്കൂളിന്റെ ഹാള് വരെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാണ്. അങ്ങനെ ക്ലീൻ ചെയ്തിരിക്കുമ്പോഴത്തേക്കാണ് എമിയും അവളുടെ ഗ്യാങ്ങും വന്നിട്ട് ഹീറോയിനെ പിടിച്ചു വെച്ച് ഒരു കത്രിക എടുത്തിട്ട് അവളെ ഇപ്പോൾ ഉപദ്രവിക്കാൻ പോകുന്നത് പോലെ. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, പകരം അവളുടെ മുടി മാത്രം കട്ട് ചെയ്തെടുക്കും. ഈ കട്ട് ചെയ്ത് എടുത്തു വെച്ചതും പോരാഞ്ഞിട്ട് ആ മുടിയെടുത്ത് അവളുടെ വായിലേക്ക് വെച്ച് എന്നാ തിന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാവുന്നതും ഹേമി റൂമിലിരുന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കി അവളുടെ മുടി ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഒരുപാട് മുടി തലയിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് അവൾ ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ പുറകിലെ ഒരു നിഴൽ നിൽക്കുന്നു. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് സൈഡിലൂടെ ഒരു വയസ്സായുള്ള സ്ത്രീയുടെ രൂപം അവളുടെ തലയിൽ അങ്ങനെ പിടിച്ചിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കുന്നതും ഹേമി പേടിച്ചങ്ങ് കരയും. അങ്ങനെ ഈ ശബ്ദം കേട്ട് അവളുടെ സുഹൃത്തുക്കൾ ഓടി വന്ന് ഹേമിയെ പിടിക്കുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നെല്ലാം അവളിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവരാരും കാണാത്തത് കൊണ്ട് തന്നെ അവരത് വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് ഹേമിയുടെ മുടി താഴെ കിടക്കുന്നു. അതേപോലെ തന്നെ അവളുടെ ഗൗൺ ഉണ്ടല്ലോ അതെല്ലാം കീറിയിട്ടുണ്ട്. അതിലൂടെ തന്നെ ഹേമിക്ക് മനസ്സിലായി ഇവിടെ ആരും ഉണ്ടായിരുന്നെന്ന്.
അപ്പോഴേക്കാണ് ബൊമ്മി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് എഴുന്നേറ്റിട്ട് അല്ല എമി നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നതും ഇവള് മാത്രം എഴുന്നേറ്റിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ സംശയിച്ച് ഇപ്പൊ അവളെ നേരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി മുക്കാൻ പോവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിനക്കറിയാം. അതെന്താണെന്ന് അവളോട് ചോദിക്കുമ്പോഴാണ് ബൊമ്മി എന്ന് പറഞ്ഞ ആ പെണ്ണ് ഒരു കാര്യം പറയുന്നത്. സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നതെന്നറിയോ, നീ ഇങ്കിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചു തുടങ്ങുന്നത്. സത്യത്തിൽ നിന്നെ ഉപദ്രവിക്കുന്നത് വേറെ ആരുമല്ല, അതൊരു പ്രേതമാണ് എന്ന് പറയുന്നതും അവരത് വിശ്വസിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്നറിയോ, അന്ന് അവളുടെ ദേഹത്തേക്ക് ഞാൻ അഴുക്കുകൊണ്ട് ഒഴിച്ചതിന് ശേഷം ആ പ്രേതം എന്നെ ഉപദ്രവിച്ചു, അതിന്റെ പാടാണിതെന്നും പറഞ്ഞ് അവളുടെ തോളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അതിലെ ഈ നഖം വെച്ച് കീറിയതുപോലെ പാടുകളുണ്ട്. അവിടെയാണ് അവളൊരു കഥ പറയുന്നത്. ഈ ഗ്രാമത്തിലെല്ലാം ഗോഡ് മദർ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സത്യത്തിലെ ഹീറോയിനും അതേപോലെ തന്നെ ബൊമ്മി എന്ന് പറഞ്ഞ ഈ പെണ്ണും ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. ഒരേ സ്ഥലത്തല്ല, ഗ്രാമങ്ങളിൽ അവർ ജനിച്ചു വളർന്നു. അതുപോലെ ഇവരുടെ ഗ്രാമത്തിലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനും ആ കുട്ടിയെ തന്റെ കുട്ടിയായിട്ട് എടുക്കാനും ഒരു പ്രേതം ഉണ്ടാവും. പക്ഷെ ഗ്രാമത്തിലുള്ളവരാണെങ്കിലോ ആ പ്രേതത്തെ കുട്ടിയുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് ചെയ്യും. അത് പണ്ട് മുതലേ ഗ്രാമങ്ങളിൽ ചെയ്തു വരുന്നൊരു കാര്യമാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ കൂടെ ഈ പ്രേതം വരാതിരിക്കാൻ വേണ്ടി അവർ വലിയൊരു ചടങ്ങ് ചെയ്ത് ആ പ്രേതത്തെ കുട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തും. അങ്ങനെ അത് ചെയ്താൽ മാത്രമേ ആ പ്രേതം ഈ കുട്ടിയെ വിട്ട് പോകത്തുള്ളൂ. ഇനിയിപ്പോൾ ആ ചടങ്ങ് അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയോടൊപ്പം ഈ പ്രേതം ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. ഇതുപോലൊരു പ്രേതമാണ് ഇപ്പോൾ അവളുടെ പിറകെയുള്ളത് എന്ന് പറയുമ്പോൾ ഹേമിയും അവളുടെ സുഹൃത്തുക്കൾ ഇത് വിശ്വസിക്കുന്നില്ല. നീ എന്താ വെറുതെ കെട്ടുകഥകളൊക്കെ പറയണോ എന്ന് പറഞ്ഞ് ഓക്കെ ഇത് നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ഒരു റൂമിലിരിക്കുമ്പോൾ അവിടെ ഒരു വലിയ കർട്ടൻ ഉണ്ട്. ആ കർട്ടന്റെ പിറകിൽ എന്തോ ഒരു നിഴല്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ നടന്ന് അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ആ ഒരു കർട്ടൻ അവളുടെ മുഖത്തേക്കിട്ട് അവളെ ഇടിച്ചങ്ങ് താഴേക്കിടും. ആരാണ്? ഹേമിയും അവളുടെ സുഹൃത്തുക്കളും. എന്നിട്ട് അവളുടെ മുറിഞ്ഞ കൈ ഉണ്ടല്ലോ അതിലേക്ക് ഷൂ കൊണ്ടിങ്ങനെ ചവിട്ടും. എന്നിട്ട് പറയുന്നുണ്ട് എന്താടി നിന്നെ ഉപദ്രവിക്കാൻ വന്നാല് ഒരു പ്രേതം എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞു. ഓക്കെ വരാൻ പറയും, നിന്റെ ആ ഒരു പ്രേതത്തോട് ഇവിടേക്ക് വരാൻ പറയുന്നല്ല പറഞ്ഞ് ഹീറോയിന്റെ മുഖത്തേക്ക് ആ ഒരു ഷൂ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അവളുടെ വായിലെല്ലാം ഇങ്ങനെ തിരികെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ നല്ലതുപോലെ കരയുന്നുണ്ട്. എന്നിട്ടാണ് അവളോട് പറയുന്നത് ഈ ചെയ്ത കാര്യങ്ങൾ വേറെ ആരോടെങ്കിലും നീ പറഞ്ഞു കഴിഞ്ഞാലേ അവർക്കും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ നമ്മുടെ ഹീറോയിൻ നേരെ ചാന്നെ കണ്ണാടി ചെല്ലും. എന്നിട്ട് അവനോട് പറയും പ്ലീസ് എന്നെ ഇത് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും കൊണ്ടുപോകും, എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും ഞാൻ ഇവിടെ നിന്ന് പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്, പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ബോട്ടില്ല, കൂടാതെ ഈ കൊടുങ്കാറ്റ് അത് മാറാതെ എന്തായാലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. നീ എന്തായാലും അധികം നേരം ഇവിടെ നിൽക്കണ്ട, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും, അതുകൊണ്ട് നീ തിരിച്ചു പോ, മഴ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ ഒരു ഷർട്ട് എടുത്ത് അവളുടെ ദേഹത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അവളെ തിരിച്ച് പറഞ്ഞു വിടും. ഇപ്പോൾ ഹീറോയിൻ തിരിച്ച് തന്റെ റൂമിലേക്ക് തന്നെ വരുമ്പോൾ എമി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. അവള് ഇവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത ദിവസം തന്നെ എമി ആ മദറിനോട് ഈ കാര്യം പറയുന്നതും മദർ വെറുതെ വിടോ നല്ലതുപോലെ തന്നെ ഹീറോയിൻ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ നീ വന്നത്, എന്നിട്ട് മറ്റുള്ളവരെ കൂടി നീ മോശമാക്കാൻ ശ്രമിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് അവളെ നല്ലതുപോലെ അടിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ഹീറോയിൻ ഇത്രയും നേരം എന്നെ ഇവിടെ നിന്ന് വിട്ടേക്ക്, ഞാൻ ഇവിടെ നിന്ന് പോവാം എന്നെല്ലാം പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവരെല്ലാവർക്കും എന്തെങ്കിലും ശിക്ഷ കൊടുക്കണമെന്നുള്ള രീതിയിൽ അവളുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാവുന്നത് മദർ തന്റെ റൂമിലിരിക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ മുറിയിൽ ആരോ പാട്ട് പാടുന്നത് പോലെ ഓ രാത്രിയായിട്ട് ഇവർക്കെല്ലാം ഇത്ര അഹങ്കാരവും എന്നും പറഞ്ഞ് റൂമിലേക്ക് നടന്നു വന്ന് നോക്കുമ്പോൾ എല്ലാവരും നല്ലപോലെ കിടന്ന് ഉറങ്ങാണ്. ആരും പാട്ടൊന്നും പാടുന്നില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ഹീറോയിന്റെ കട്ടലിനടുത്തായിട്ട് തന്നെ ആ വയസ്സായിട്ടുള്ള സ്ത്രീയുടെ പ്രേതം ഉണ്ടല്ലോ അതങ്ങനെ നിൽക്കുന്നു. അത് ഈ മദറിന് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് അതൊരു പ്രത്യേകതരം ഡാൻസ് കളിച്ച് പാട്ട് പാടുന്നതും ഈ അമ്മൂമ്മയ്ക്ക് അതെല്ലാം കണ്ട് നല്ല പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ പുറകിലേക്ക് വന്ന് ആ റൂം അടച്ചിട്ട് വെറുതെ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ അവരുടെ റൂമിലേക്ക് നടന്നു പോകുമ്പോൾ പുറകിൽ ആ ഡോറ് തുറക്കുന്ന ശബ്ദം അവര് പേടിച്ചങ്ങനെ നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നനഞ്ഞ കാൽപ്പാടുകളുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് വരുന്നു. അവര് പേടിച്ചങ്ങനെ നിൽക്കുന്നതും അവരുടെ പിറകിലൂടെ ആ പ്രേതം വന്ന് അവരുടെ കഴുത്തിലേക്ക് പിടിക്കുമ്പോൾ ഇവര് പേടിച്ച് കരയുന്ന ആ ശബ്ദം കേട്ട് ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം ഓടി വന്ന് എന്തു പറ്റി മദറെന്ന് ഇങ്ങനെ ചോദിക്കും. എമി വന്നിട്ട് എന്തു പറ്റി മദറെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഷോൾഡറിൽ ഇതുപോലെ മുറിവുള്ള കാര്യം എമി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുമ്പോഴും ഹീറോയിൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അവള് നല്ല ഉറക്കമാണ്. അപ്പോഴാണ് ബൊമ്മി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ എഴുന്നേൽപ്പിച്ച് ഇതുപോലെ ഞാൻ റെസ്റ്റ് റൂമിലേക്ക് പോവാണ്, എന്നോടൊപ്പം ഒന്ന് വരാമെന്ന് ചോദിച്ച് ഹീറോയിനെ കൊണ്ട് പോവാണ്. അതുമല്ല ഇവരുടെ ബാത്റൂം എങ്ങനെയാണെന്ന് അറിയാലോ, അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ വെളിയിലേക്കാണ് ഹീറോയിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവര് രണ്ടുപേരും വെളിയിലേക്ക് പോകുമ്പോൾ എമിയും അവളുടെ രണ്ട് സുഹൃത്തുക്കളുണ്ടല്ലോ ഇവരെല്ലാവരും ഹീറോയിന്റെ കട്ടിലിനടുത്തേക്ക് വന്ന് അവളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. എന്താണ് ഇവർ അന്വേഷിക്കുന്നതെന്ന് വെച്ചാല് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ പ്രേതത്തെ കുട്ടിയുടെ അടുത്ത് നിന്ന് മാറ്റാൻ വേണ്ടി അവരൊരു ചടങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ആ ചടങ്ങ് അവസാനിക്കുമ്പോൾ ഒരു ചെറിയ പാവയുടെ തല ഏത് കുട്ടിക്കാണ് ആ ചടങ്ങ് ചെയ്യുന്നത് ആ കുട്ടിയോടൊപ്പം ഉണ്ടാവും. ആ പാവയുടെ തല ഉണ്ടെങ്കിൽ മാത്രമേ
ഈ പ്രേതം അവരെ ഫോളോ ചെയ്യാതിരിക്കത്തുള്ളൂ. ഒരുപക്ഷെ ആ തല അവരുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആ പ്രേതം ആ കുട്ടിയുടെ ഒപ്പം തന്നെ ഉണ്ടാവും. അതുപോലെ ഹീറോയിന്റെ കയ്യിലും ഇതുപോലൊരു തലയുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എമിയും അവളുടെ സുഹൃത്തുക്കളും ഇപ്പോൾ അവിടെ വന്ന് നോക്കുന്നത്. അങ്ങനെ എമിയും ടീമും ഇത് നോക്കുമ്പോൾ അവർക്കൊരു ചെറിയ ഡപ്പ മാത്രം കിട്ടുന്നുണ്ട്. പക്ഷെ അതിനുള്ളിൽ ക്രീം മാത്രമേ ഉള്ളൂ, വേറൊന്നും കാണുന്നില്ല. ഇവിടെ വെളിയിലെ ബൊമ്മയാണെങ്കിൽ ഹീറോയിനോട് ആ ഗോഡ് മദർ ഗോസ്റ്റ് ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള കാര്യം എമിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഹീറോയിനോട് പറയുന്നുണ്ട്. അതുപോലെ അതിനെപ്പറ്റി എന്നോട് നിനക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അന്ന് രാത്രി കഴിഞ്ഞ് വീണ്ടും കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ആ കട്ടിലിനടുത്ത് കാണാനില്ല. അപ്പോൾ ഈ കാര്യം മദറിന് അറിയുന്നതിന് മുന്നേ തന്നെ അവളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഹീറോയിനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് എമിയും അവളുടെ സുഹൃത്തുണ്ടല്ലോ ആ സ്കൂളിൽ നിന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അതുമല്ല അടുത്തുള്ള ആ ഒരു കാടുണ്ട്, അതിനുള്ളിലേക്ക് ഇവർ ഒരുപാട് ദൂരം നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഒരിടത്ത് ഹീറോയിൻ ഇരിക്കുന്നു. എമി വരുമ്പോൾ ഹീറോയിൻ പറയും എനിക്ക് തനിയെ കുറച്ചിരിക്കണം, എന്നെ ഒറ്റയ്ക്ക് വിടാൻ പറയുമ്പോൾ അപ്പോൾ എമി പറയും നീ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിലും നല്ല രീതിയിൽ നീ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിന്നെ ഞങ്ങൾ പറഞ്ഞു വിടാന്ന് പറഞ്ഞ് ഹീറോയിനെ ഇവർ രണ്ടുപേരും വലിച്ചെടുത്തോണ്ട് പോവാണ്. അങ്ങനെ വലിച്ച് ഈ കാടിനടുത്ത് ഒരു കിണറുണ്ട്, അതൊരു പഴയ കിണർ. അതിനടുത്തേക്ക് ഹീറോയിനെ കൊണ്ടുവന്ന് അവളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹീറോയിൻ പേടിച്ച് പുറകിലേക്ക് നടന്ന് അവൾ തനിയെ ആ കിണറിലേക്ക് വന്ന് വീഴും. എന്നിട്ട് ഇവർ രണ്ടുപേരും മുകളിൽ നിന്ന് പറയുന്നുണ്ട് എന്തുപറ്റി, പേടിയാവുന്നോ? നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏതൊരു പ്രേതം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ നിന്നെ ഒന്ന് രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് അവർ ആ ഒരു കിണർ മൂടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ എമിയോടൊപ്പമുള്ള ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് അല്ലേ എമി, നമ്മളിപ്പോൾ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്, പിന്നെ അവൾ ആ കിണറിലുള്ള കാര്യം നമ്മളല്ലാതെ വേറെ ഒരാളും അറിയരുത് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും തിരിച്ച് അവരുടെ സ്കൂളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ബൊമ്മി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മയങ്ങി വീഴും. അതുമല്ല ആ മദർ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കാണാനില്ല എന്നുള്ള കാര്യവും അവർ മനസ്സിലാക്കിയിട്ട് ഇപ്പം എല്ലാവരോടും പറയുന്നുണ്ട് ഇവിടെ നിന്നും ഒരു പെൺകുട്ടി തന്നെ മിസ്സായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അതെല്ലാവരും നിങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഈ സ്കൂളിലുള്ള എല്ലാ പെൺകുട്ടികളെയും കാടിനകത്തേക്ക് പറഞ്ഞു വിടുന്നു നമ്മുടെ ഹീറോയിനെ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ സ്കൂളിൽ ആൾറെഡി തന്നെ എല്ലാവരും അന്വേഷിച്ചതുകൊണ്ട് തന്നെ എല്ലാവരും ആ കാടിനുള്ളിലേക്ക് പോവാണ് ഹീറോയിനെ അന്വേഷിച്ച്. അതുമല്ല ഇപ്പോൾ നടന്ന് അവസാനം രാത്രിയായി. അതുമല്ല മഴയും നല്ലതുപോലെ തന്നെ പെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഇവർ നേരത്തെ തന്നെ നമ്മുടെ ചാനുള്ള ആ ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ അവിടെയും വന്ന് അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഇല്ലാന്ന് മനസ്സിലാക്കിയതും നമ്മുടെ ചാനും ഹീറോയിൻ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ അവനും അവളെ കണ്ടുപിടിക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ നല്ലതുപോലെ തന്നെ പേടിച്ച് ആ കിണറിൽ കിടക്കുന്നു. അതുമല്ല വെളിയിൽ നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വെള്ളം നല്ലതുപോലെ ഈ കിണറിലേക്ക് ഇറങ്ങുന്നുണ്ട്. പതിയെ വെള്ളം ഇങ്ങനെ ഉയർന്നു വരുന്നതും ഹീറോയിൻ പേടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ഒരു ചെറിയ ശബ്ദത്തിലെ ആരോ ഒരാളിങ്ങനെ സംസാരിക്കുന്നു, എന്തേ നമുക്ക് അവരെ എല്ലാവരെയും കൊന്നാലോ, ഇതിനു മുന്നേ നമ്മൾ ചെയ്തതുപോലെ തന്നെ എല്ലാവരെയും നമുക്ക് കൊല്ലാം എന്നുള്ള ആ ശബ്ദം കേൾക്കുന്നതും ഹീറോയിൻ പതിയെ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ആ പ്രേതത്തിന്റെ രൂപം ഉണ്ടല്ലോ അത് കാണുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം താഴെ നടക്കുമ്പോൾ ഇവിടെ ചാൻ ഹീറോയിൻ അന്വേഷിച്ച് ആ കാടിനുള്ളിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ രൂപം അവൻ കാണുന്നത്. ഏയ് അവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയോടൊപ്പം തന്നെ ചാനും നടന്നു വരുന്നത്. ഈ കിണറിനടുത്ത് എത്തുമ്പോൾ ആ പെൺകുട്ടിയെ കാണാനില്ല. സത്യത്തിൽ അത് ആ ഒരു പ്രേതമാണ്. അങ്ങനെ ചാൻ വന്നിട്ട് ആ കിണറിനടുത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അതിനുള്ളിൽ ഹീറോയിൻ കിടക്കുന്ന കാര്യം അവൻ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ എല്ലാവരെയും വിളിച്ചിരുത്തി മദർ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും അവളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, അവൾ ഈ സ്കൂളിലെ റൂൾസും മറ്റു കാര്യങ്ങളെല്ലാം തെറ്റിച്ചതുകൊണ്ട് തന്നെ അവളെ ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ ചാൻ ഹീറോയിനെ കൊണ്ട് അവിടേക്ക് വരികയാണ്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും എമിയും അവളുടെ കൂടെയുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ ഇവരാണ് അവളെ തള്ളിയിട്ടെന്നുള്ള കാര്യം മദറിനോട് പറയുമെന്നുള്ള പേടിയില്ലേ രണ്ടുപേരും പെട്ടെന്ന് അടുത്തേക്ക് ചെന്നിട്ട് ആ സുഹൃത്ത് ഹീറോയിനോട് ചോദിക്കും ഞങ്ങൾ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നീ ഇന്നലെ എവിടേക്കാ പോയത് എന്നും പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുമ്പോൾ ഹീറോയിൻ പറയും എന്നെ ആ കിണറിലേക്ക് തള്ളിയിട്ട് തന്നെ നിങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ പെണ്ണ് ഹീറോയിൻ അടിക്കാൻ വരുന്നുണ്ട്. അപ്പോഴേക്കാണ് ആ മദർ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അന്വേഷിക്കത്തില്ല. അവർ പറയും ഓക്കെ നല്ലതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ നേരെയാക്കാതെന്ന് പറഞ്ഞ് അവർ കയറി പോവാണ്. അവരിതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. ഇതിൽ ചാനാണെങ്കിൽ എമിയെ നല്ലതുപോലെ ദേഷിച്ച് നോക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ബൊമ്മി വന്നിട്ട് ആ കിണറിൽ വീണിട്ടും നീ രക്ഷപ്പെട്ട് വെളിയിൽ വന്നില്ലേ, അത് തന്നെ വലിയ കാര്യമാണ് എന്നെല്ലാം പറഞ്ഞ് ഹീറോയിനെ സമാധാനപ്പെടുത്തുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഇത്രയും നാൾ നീ എന്നോട് മിണ്ടുന്നത് തന്നെ അവർ പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബൊമ്മി സത്യം മറയ്ക്കാനില്ല അവൾ പറയുന്നുണ്ട് അതെ അവർ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് മിണ്ടുന്നത്. കാരണം ഞാനൊരു പേടിയുള്ള പെൺകുട്ടിയാണ്, വളരെ വീക്കായിട്ടുള്ളൊരു പെൺകുട്ടി, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ ഹീറോയിൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ കാടിനകത്തേക്ക് അവൾ പഴങ്ങളെല്ലാം എടുക്കാനായിട്ട് ഇങ്ങനെ പോവും. അപ്പോഴാണ് ഒരു വലിയ മരത്തിന് താഴെയായിട്ട് തലയില്ലാത്ത കുറെ പാവകൾ കിടക്കുന്നത് കാണുന്നത്. എന്താന്ന് വെച്ചാലേ ഇവരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രേതങ്ങളെ ഒഴിപ്പിച്ചതിന് ശേഷം ഏത് കുട്ടിക്കാണോ അവരെ ചടങ്ങ് ചെയ്യുന്നത് ആ കുട്ടിക്ക് ഒരു പാവയുടെ തല ഇവർ കൊടുക്കുമല്ലോ.
അതിന്റെ ബാക്കി ഭാഗമാണ് ഈ മരത്തിനടുത്ത് കൊണ്ട് ഇട്ടേക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ ഹീറോയിൻ കുട്ടിയായതുകൊണ്ട് തന്നെ തന്റെ കയ്യിലുള്ള ആ ഒരു തല ഏത് പാവയ്ക്കാണ് മാച്ച് ആവുന്നതെന്ന് നോക്കി അവിടെ ചെറിയൊരു പാവ അടക്കം അതിനെ എടുത്തിട്ട് അതിലേക്ക് ഈ തലയെടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതും അവിടെയാണ് ആ കാര്യം സംഭവിക്കുന്നത്. ഏത് പ്രേതത്തെയാണോ ഹീറോയിന്റെ അടുത്ത് നിന്ന് അവർ ഒഴിപ്പിച്ചു വിട്ടത്, ആ പ്രേതം ഇപ്പോൾ ഹീറോയിനോടൊപ്പം ചേർന്നു. അങ്ങനെ ഇതറിയാതെ ഹീറോയിൻ അവിടെ നിന്നും തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഒരു ലേഡിയും അവളുടെ ഭർത്താവും ഈ കുട്ടികളെല്ലാം കടത്തിക്കൊണ്ടുപോകുന്ന ഒരാൾക്കാരായിരുന്നു. അവരിപ്പോൾ വന്ന് നമ്മുടെ ഹീറോയിനെ തട്ടിയെടുത്ത് ആ കാട്ടിൽ നിന്നും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്നാണ് ആ സ്ത്രീ അയാളോടൊപ്പം കാണാനില്ല. അവരെവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ മരത്തിന് മുകളിൽ നിന്നും അവരുടെ ശരീരം താഴേക്ക് വന്ന് വീഴാണ്. കൂടാതെ അവരുടെ കൈയും കാലെല്ലാം ഒടിഞ്ഞ് കൊടൂരായിട്ടുള്ള അവസ്ഥയിൽ അവർ മരണപ്പെട്ടു. അത് കഴിഞ്ഞ അടുത്തത് എന്താണ്, ആ ഭർത്താവിനെയും പ്രേതം കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാത്രിയായിട്ട് ഹീറോയിൻ വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ അവളുടെ അച്ഛനും അമ്മയും ഗ്രാമത്തിലുള്ള കുറച്ചാളുകളും കാടിനുള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന രണ്ടുപേരുടെ അടുത്തിരിക്കുന്ന ഹീറോയിനാണ് അവരെല്ലാവരും കാണുന്നത്, അതും കയ്യിൽ ആ പാവയും വെച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ പ്രേതത്തെ അവൾ ആദ്യമായിട്ട് കണ്ടത് എന്നുള്ള കാര്യം അവൾ ഫ്ലാഷ് ബാക്കിലൂടെ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ആ പ്രേതം അവളുടെ അടുത്ത് തന്നെയുണ്ട്. അവളുടെ മുതുകിൽ തലോടി ആ പ്രേതം അവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു. എന്നിട്ട് അവൾക്ക് പ്രോമിസും കൊടുക്കുന്നുണ്ട്, നിന്നെ വേദനിപ്പിച്ചവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ലാന്ന്. അപ്പൊ ഇത്രയും നാളും വേറെ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്ന ഹീറോയിന് അവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണമെന്ന് മനസ്സിലിപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി കാണിക്കുമ്പോൾ നമ്മുടെ എമിയോടൊപ്പം തന്നെ വേറൊരു പെണ്ണും കൂടി ചേർന്നിട്ടാണല്ലോ ഹീറോയിൻ ആ കിണറ്റിലേക്ക് തള്ളിവിട്ടത്. ആ പെണ്ണ് കട്ടിലിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് രാത്രിയിൽ അവളുടെ കഴുത്തിന് ആ പ്രേതം പിടിച്ചിട്ട് അവളെ കട്ടിലിൽ നിന്ന് മുകളിലേക്ക് പൊക്കിയെടുത്തോണ്ട് പോകുന്നുണ്ട്. എന്തായാലും അവളെയും കൊന്നു. ഇപ്പൊ അടുത്ത ദിവസം അവിടെയുള്ള മറ്റു പെൺകുട്ടികളെല്ലാം ഓടി വന്ന് എമിയെ രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. എമി ബാ ഇവിടേക്ക് ഒന്ന് നോക്കെന്നും പറഞ്ഞ് അവളെയും കൂട്ടി ഈ സ്കൂളിലുള്ള എല്ലാവരും, ആ മദർ, ഇവരെല്ലാവരും നമ്മുടെ ഹീറോയിനെ തള്ളിയിട്ട് ആ ഒരു കിണറുണ്ടല്ലോ അതിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ എമിയുടെ സുഹൃത്തിനെ അവിടെ കൊന്ന് ശരീരമെല്ലാം ഒടിച്ച് മടക്കി വെച്ചേക്കാണ്. ഇത് കണ്ട എമി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, എമിയുടെ അത്രയും നല്ലൊരു സുഹൃത്തായിരുന്നു അവള്. ഇവിടെ ആ സ്ഥലത്തേക്ക് ആ മദർ വന്ന് ഇതെല്ലാം കണ്ടിട്ട് അവർ വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, പെട്ടെന്ന് തന്നെ അവർ ശരീരം കുഴിച്ചു മൂടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് നടന്നങ്ങ് പോകുന്നുണ്ട്. അപ്പോഴാണ് ബൊമ്മി എമിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, ഇവിടെ നടക്കുന്ന എല്ലാത്തിനും കാരണം ആ പ്രേതമാണ്. ഇനി ആ പ്രേതം ആരെയും വിട്ടുവെക്കില്ല. ഈ കാര്യം നിന്നോട് പറയാൻ പറഞ്ഞത് തന്നെ ഹീറോയിനാണെന്ന് പറയുന്നതും എമി ദേഷ്യം കാരണം നേരെ ഹീറോയിൻ അടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷേ അവളെന്ന് ചെയ്യത്തില്ല. അടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എമിക്കറിയാം. അതുപോലെ അവളുടെ പിറകിലുള്ള ബാക്കി പെൺകുട്ടികളെല്ലാം എമിയോട് പറയുന്നുണ്ട്, പ്ലീസ് നീ ഇനി അത് ചെയ്യരുത്, നീ ചെയ്തതുകൊണ്ടാണ് ഇതുപോലെല്ലാം സംഭവിക്കുന്നത്. ഹീറോയിന് പറയുന്നുണ്ട്, ഇതിനു മുന്നേ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ലായിരുന്നു, പക്ഷേ ഇനി എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലേ അതിനുള്ള ബലം എന്തായാലും നിനക്ക് കിട്ടും എന്നും പറയുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ ആ മദർ ചാനിനെയും അതേപോലെ തന്നെ ഹീറോയിനെയും വിളിച്ചിരുത്തി, ചാൻ നീ ഇവിടെ നിന്ന് പോകുന്നില്ലേ, പോകുമ്പോൾ ദേ ഇവളെ കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകും, തിരിച്ച് ഒരു കാരണവശാലും ഇവിടേക്ക് വരരുത് എന്നും പറഞ്ഞ് ചാനിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കും, അല്ല നീ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഹോസ്റ്റലില്ലേ അവിടെ എന്താ സംഭവിച്ചത് എന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ അതേസമയം മറ്റൊരിടത്ത് ഹീറോയിന്റെ ഫയൽ നോക്കാൻ വേണ്ടി എമിയും അവളുടെ സുഹൃത്തുക്കളും വന്നു. എന്നിട്ട് എമി അവളുടെ ഫയൽ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ന്യൂസ് പേപ്പറും കൊണ്ടുവന്നിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതിപ്പോൾ എന്താണെന്ന് ആ ന്യൂസ് പേപ്പറിൽ കാണുമ്പോൾ ഹീറോയിൻ ഇതിനു മുന്നേ താമസിച്ചിരുന്ന ആ ഒരു ഓർഫനേജിലെ 30 പെൺകുട്ടികൾ മരണപ്പെട്ടു. അതിലൊരാള് ഹീറോയിൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. അവരെ ഹീറോയിൻ കൊന്നെന്നും അതിൽ ഹീറോയിൻ മാത്രം രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി ഇവള് തന്നെയാണ് അവരെ കൊന്നത് എന്നുള്ള ആ ഒരു സംശയത്തിലാണ് ന്യൂസ് പേപ്പറിൽ ആ ഒരു ന്യൂസ് തന്നെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മദർ ചോദിച്ചതിന് ഹീറോയിൻ്റെ മറുപടി, എന്നെ മാതാപിതാക്കൾ മരിച്ചപ്പോൾ എന്നെ ആ ഒരു ഓർഫനേജിലേക്ക് കൊണ്ട് ചേർത്തു. അവിടെ നല്ലൊരു ജീവിതമാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ ഒരിക്കലും അവിടെ അങ്ങനെ സംഭവിച്ചില്ല. എന്നെ അവർ ഉപദ്രവിച്ചതിന് കൈയും കണക്കുമില്ല. അതിനുള്ള ബലമാണ് അവർക്കെല്ലാവർക്കും കിട്ടിയത് എന്ന് ഹീറോയിൻ പറയും. അത് കഴിഞ്ഞ് ഈ ഓർഫനേജിൽ വരുമ്പോൾ ഇവിടെയും എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, നല്ലൊരു ജീവിതം ജീവിക്കാമെന്ന്. പക്ഷേ ഒരിക്കലും ഒരു മാറ്റവുമില്ല. അവിടെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ഞാനൊരു നല്ല പെൺകുട്ടി ആവാത്തത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നത്. ഇന്നലെ മരിച്ച ആ ഒരു പെണ്ണ് ഇവിടെ നിന്നിട്ട് പോലും അവളും ഒരിക്കലും നിങ്ങളിൽ നിന്ന് നല്ല ശീലങ്ങളൊന്നും ഒരിക്കലും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവളും മരണപ്പെട്ടത്. ഇത് കേൾക്കുന്ന ആ മദറിന് നല്ല ദേഷ്യം വന്ന് ഹീറോയിനെ വഴക്ക് പറയുന്നുണ്ട്. ഇവിടെ ചാനിനെ കാണിക്കുമ്പോൾ ചാനാണെങ്കിൽ അവന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോഴാണ് എമി അവളുടെ പുറകെ ചെന്നിട്ട് അവനെ നിർത്തി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ഒരിക്കലും എമിയെ കേൾക്കാനായിട്ട് തയ്യാറല്ല. ഓക്കെ, ഇതുവരെ നീ ചെയ്തത് എത്രയും മതിയായി. ഇപ്പൊ എന്നെയും ആ ഒരു പെണ്ണിനെയും ഇവിടെ നിൽക്കാനായിട്ട് ആ മദർ ഒരിക്കലും സമ്മതിക്കില്ല. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിന്നോടൊപ്പം നല്ലൊരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിരുന്നു, എല്ലാം നീയായിട്ട് തന്നെ നശിപ്പിച്ചു എന്ന് ചാൻ എമിയോട് പറയുമ്പോൾ എമി പറയും, ഇപ്പൊ കാറ്റ് പോയിട്ടില്ല, അതുപോലെ നീ ഇവിടെ നിന്ന് ഒരിക്കലും പോകരുത്. പിന്നെ ഇപ്പൊ മരിച്ചുപോയ എന്റെ സുഹൃത്ത് അവള് മരിക്കാൻ കാരണം ഹീറോയിനാണ്, അവളോടൊപ്പം ഒരു പ്രേതമാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ
ചാൻ പറയും ശരിയായിരിക്കാം, പക്ഷെ അവളെ നീ ഉപദ്രവിച്ചതുകൊണ്ടല്ലേ ആ പ്രേതം നിങ്ങളെ ഉപദ്രവിക്കുന്നത്. അതിനും കാരണം നീയാണ്. പിന്നെ ഈ ദ്വീപിലേക്ക് നീ വരുമ്പോൾ നല്ലൊരു പെൺകുട്ടിയായിട്ട് തിരിച്ചു പോകാനല്ലേ നീ ആഗ്രഹിച്ചത്, പക്ഷെ ഇപ്പോഴും നീ അത് ചെയ്യുന്നില്ല. ഇത്രയും വർഷം ഇവിടെ താമസിച്ചിട്ടും ഒരു മാറ്റവും നിനക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെയാണ് നമ്മുടെ എമിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒരു 3 വർഷത്തിന് മുന്നേ എമിയുടെ അച്ഛനെ കൊന്നതിനാണ് അവളെ ഇതുപോലുള്ള സ്കൂളിൽ കൊണ്ട് ചേർത്തത്. അതുപോലെ ഇവിടെ വന്നതിന് ശേഷവും അവളുടെ തെറ്റ് അവൾ ഒരിക്കലും തിരുത്താൻ തയ്യാറല്ല. അവൾ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ മദറിനെ എമിയെ ഒരിക്കലും തിരുത്താനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അവർ പറയും, ഓക്കെ, ഞാൻ ഇനി നിന്നെ തടയാൻ പോകുന്നില്ല, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. ഇവിടെ വരുന്ന മറ്റു പെൺകുട്ടികൾ നിന്റെ മുകളിൽ ഒരിക്കലും പോരുത്. അവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് അടക്കി നിർത്തേണ്ടത് നീയാണ്. അങ്ങനെ നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇവിടെ കുറച്ച് നാൾ നിന്നു കഴിഞ്ഞാൽ നിനക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണമെന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് നമ്മുടെ എമി ഇവിടെ പുതുതായിട്ട് വരുന്ന പെൺകുട്ടികളുണ്ടല്ലോ അവരെല്ലാവരെയും അടക്കി നിർത്താൻ വേണ്ടി അവരെ ബുള്ളി ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതും പേടിപ്പിച്ച് നിർത്തുന്നതെല്ലാം. അതുപോലെയാണ് നമ്മുടെ ഹീറോയിനോട് പ്രശ്നം ഉണ്ടാക്കി അവസാനം പണിയെല്ലാം അവൾക്ക് കിട്ടിയത്. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് കാണിച്ചിപ്പോൾ നമ്മുടെ എമി രാത്രി തൻ്റെ റൂമിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ ഹീറോയിൻ്റെ അടുത്ത് ആരും കിടക്കുന്നില്ല, പേടി കാരണം. അവരെല്ലാവരും ബെഡ്ഷീറ്റും മറ്റും മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി. ഇപ്പം അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ വേറെ ആരെയും കാണുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ആ ബാത്റൂം ഉണ്ടല്ലോ അതിനുള്ളിലൊരു പെൺകുട്ടി നിൽക്കുന്നു. പെട്ടെന്ന് അവൾ മുകളിലേക്ക് ഉയർന്നു പോയിട്ട് അവളുടെ തല മാത്രം കട്ടായി ഇവളുടെ മുന്നിലേക്ക് വന്ന് വീഴും. എമി ഇത് കണ്ട് പേടിച്ച് അലറി വിളിച്ച് എല്ലാവരും കിടക്കുന്ന ആ ഒരു ഹാളുണ്ടല്ലോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ അവസ്ഥ വളരെ കൊടൂരമാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ പെൺകുട്ടികളും മരിച്ചു കിടക്കുന്നു. അതും വളരെ കൊടൂരമായിട്ട്. ഇത് കണ്ട എമി പെട്ടെന്ന് കണ്ണുറക്കുമ്പോൾ അത് സ്വപ്നമായിരുന്നു. എന്നിട്ട് ഈ കാര്യം നമ്മളെല്ലാവരും മരിക്കുന്നത് പോലെ ഞാൻ സ്വപ്നം കണ്ടുവന്ന് അവിടെയുള്ള എല്ലാ പെൺകുട്ടികളോടും പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, അതിന് ഞങ്ങളെന്താ ചെയ്തേ? നീയല്ലേ അവളോട് അങ്ങനെയെല്ലാം ചെയ്തത്? ചെയ്ത തെറ്റിന് ശിക്ഷ വാങ്ങേണ്ടത് നീയാണ്, ഞങ്ങളല്ലാന്ന് അവരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആ മദറിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇനിയിപ്പോൾ ഹീറോയിനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല. അവളെ കൊല്ലാന്ന് തീരുമാനിച്ച് ഒരു കത്തിയെടുത്ത് നേരെ ഹീറോയിൻ കിടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് അവളുടെ തലയിലേക്ക് തുണിയിട്ട് കത്തി വെച്ച് അവളുടെ വയറിലേക്ക് ഒരുപാട് തവണ കുത്തി ഹീറോയിൻ അവിടെ വെച്ച് കൊല്ലുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു എന്നും പറഞ്ഞ് അവരതും കൊണ്ട് തിരിച്ച് അവരുടെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ ദേ നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നു. അപ്പോഴാണ് ഹീറോയിൻ അവരോട് ചോദിക്കുന്നത്, എന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് പറഞ്ഞു വിട്ടത്, എന്നിട്ട് ഇപ്പോൾ എന്നെ തന്നെ നിങ്ങൾ കൊല്ലുന്നു, ഇതൊരിക്കലും നല്ലൊരു കാര്യമാണോ എന്നിങ്ങനെ ചോദിക്കുന്നതും ഹീറോയിൻ്റെ പുറകെ തന്നെ ആ ഒരു പ്രേതമൊന്നും നിൽപ്പുണ്ട്. എന്നിട്ടാണ് ആ മദറിൻ്റെ അടുത്തേക്ക് വന്ന് അവരുടെ കയ്യിലുള്ള ആ കത്തി ഉണ്ടല്ലോ അതിലേക്ക് പിടിക്കും. അപ്പോൾ ഹീറോയിൻ്റെ കൈ തന്നെ മുറിയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ആ മദറിനോട് പറയും, എന്നെ ആര് വേദനിപ്പിച്ചാലും എൻ്റെ അമ്മ അവരെല്ലാവരെയും കൊല്ലും എന്ന് പറഞ്ഞ് ആ കത്തിയിൽ നിന്ന് കൈയെടുക്കുമ്പോൾ ആ പ്രേതം ആ മദറിൻ്റെ കൈ അങ്ങനെ പിടിച്ചിട്ട് കത്തി പതിയെ തിരിച്ച് അവരുടെ വായിലേക്ക് കുത്തിയിറക്കി ആ തലയുടെ പുറകിലേക്ക് കത്തി കൊണ്ടുവരും. അങ്ങനെ അവരെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് എമിയും അവളുടെ സുഹൃത്തുക്കളും ഈ മദറിൻ്റെ റൂമിലേക്ക് വന്നിട്ട് മദർ അവരെ മരിച്ചിടക്കുന്ന കാര്യം അവർ കാണുന്നു. അതേപോലെ അവിടെ കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെടുത്ത് ഇവർ വായിച്ച് നോക്കുമ്പോഴത്തേക്കാണ് സത്യത്തിൽ ഇവിടെയുള്ള പകുതി പെൺകുട്ടികളെയും അതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവലും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വന്നിട്ടും ഇവരെ ആരെയും പറഞ്ഞു വിടാതെ ഇവിടെ തന്നെ നിർത്തുന്നത് ആ മദറായിരുന്നു. സത്യത്തിൽ അവർക്ക് വേണ്ടത് ഒരധികാരമാണ്. ഇത്രയും പെൺകുട്ടികളെ അടക്കി നിർത്തി അവർക്ക് അവരെല്ലാവരെയും ഭരിക്കണം. ആ രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവരെ ആരെയും പുറത്തേക്ക് വിടാതെ ഇവിടെ തന്നെ പിടിച്ചു വെച്ചിരുന്നത്. അങ്ങനെ ഇവിടെ ചാനിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ അവനാണെങ്കിലോ അവിടെയുള്ള റേഡിയോ റെഡിയാക്കിയിട്ട് വേറെ ഏതെങ്കിലും ബോട്ടിനെ കോൺടാക്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ അവൻ റേഡിയോ ശരിയാക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് റൂമിന് വെളിയിൽ ആരോ ഒരാൾ നിൽക്കുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ അത് ഹീറോയിനാണ്. അതുമല്ല മദറിൻ്റെ കത്തിയിൽ അവൾ കയറി പിടിച്ചിട്ട് കൈ മുറിഞ്ഞല്ലോ, അത് കൊണ്ടുവന്ന് ചാനിനെ കാണിച്ച് ഇതുപോലെ എമിയാണ് ഈ കാര്യം ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം അവൻ്റെ ആ ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി. അതേസമയം ഇവിടെ എമിയെ കാണിക്കുമ്പോൾ എമിയുടെ കയ്യിൽ ഹീറോയിൻ്റെ കയ്യിൽ നിന്നെടുത്തൊരു ഡപ്പ ഉണ്ടായിരുന്നല്ലോ, അതിലാണെങ്കിൽ എന്തോ ക്രീം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളിൽ മറ്റൊരറയും കൂടി ഉണ്ടായിരുന്നു. അതിനകത്താണ് ആ ചെറിയ പാവയുള്ളത്. അപ്പോൾ ഈ പാവ കൂടെ ഉള്ളത് കൊണ്ടാണ് ആ പ്രേതവും അവളോടൊപ്പം ഉള്ളത്. ഈ കാര്യം മനസ്സിലാക്കി എമി അവളുടെ സുഹൃത്തുക്കളും ഈ പാവയെ നശിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ തലയുണ്ടല്ലോ അത് ഇളക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കല്ല് വെച്ച് ഇടിച്ചു നോക്കുന്നുണ്ട്, തീ വെച്ച് കത്തിച്ച് നോക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ആ പാവയിൽ നിന്ന് തല മാറ്റാനായിട്ട് ഇവരെ കൊണ്ട് കഴിയുന്നില്ല. ഇവിടെ ചാനാണെങ്കിലോ ഹീറോയിൻ്റെ കയ്യിലെ ആ ഒരു മുറിവ് അതിൽ മരുന്ന് വയ്ക്കാൻ വേണ്ടി മരുന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അടുത്തുള്ള ആ ഒരു കണ്ണാടിയിലാവൻ നോക്കുമ്പോൾ ഹീറോയിനോടൊപ്പം തന്നെ ആ പ്രേതം നിൽക്കുന്ന കാര്യം അവൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എമി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ചാൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതേസമയം ഇവിടെ എമിയുടെ അടുത്ത് ചാൻ പെട്ടെന്ന് വരികയാണ്. അപ്പോഴേക്കാണ് എമി പറയുന്നത്,
ചാൻ, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ പിറകെ തന്നെ ഹീറോയിനുണ്ട്. എന്താന്ന് വെച്ചാൽ ഹീറോയിൻ്റെ കൂടെ ആ പ്രേതമുണ്ടെന്ന് മനസ്സിലാക്കി അവളെ റൂമിനകത്ത് വെച്ച് പൂട്ടിയിട്ടാണ് ചാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ അവൾ പുറകെ വന്നിട്ട് നീ എന്നോട് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ പെൺകുട്ടികളും പ്ലീസ് ഞങ്ങളെന്നും ചെയ്യരുത്, ഞങ്ങളെ വെറുതെ വിടണമെന്ന് പറയുമ്പോൾ ചാൻ ഇപ്പോൾ ഹീറോയിനോട് പറയും നീ പുതിയൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ നിന്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, എല്ലാം മറക്കാം, എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ട ഹീറോയിൻ്റെയും മനസ്സ് മാറുന്നുണ്ട്. അവൾ ഒരു വിധത്തിൽ മാറി എല്ലാം പഴയതുപോലെ തന്നെ ആക്കാതെ വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് അതിലൊരു മരവണ്ടി ഒരു കപ്പെടുത്ത് ഹീറോയിൻ്റെ തലയിലേക്ക് ഒരു ഒറ്റ ഏറി കൊള്ളുന്നതും ഹീറോയിൻ്റെ തല പൊട്ടിയിട്ട് ചോരയും വരുന്നുണ്ട്. അപ്പോഴും തന്നെ ഹീറോയിൻ്റെ മുഖം മാറിയിട്ട് എല്ലാത്തിനെയും ഇന്ന് കൊല്ലും എന്നുള്ള ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും പേടിച്ച് പല വഴിക്ക് ഓടാൻ തുടങ്ങും. അതിൽ ചാനുണ്ടല്ലോ, അവനിപ്പോൾ എമിയെ വിളിച്ച് നേരെ വെളിയിലേക്ക് വന്നിട്ട് ചാനിപ്പോൾ നേരെ ആ ലൈറ്റ് ഹൗസിൻ്റെ താഴേക്ക് കൊണ്ടുവന്ന് അവളെ റൂമിനകത്താക്കിയിട്ട് അവൻ ആ ലൈറ്റ് ഹൗസിൻ്റെ ജനറേറ്റർ ഓണാക്കാൻ പോവാണ്. വേറൊന്നല്ല, ഈ ലൈറ്റ് ഹൗസിൻ്റെ വെട്ടം കണ്ടിട്ടെങ്കിൽ ഏതെങ്കിലും കപ്പൽ ഇവിടേക്ക് വരട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എമിയുള്ള ആ ഒരു റൂമിനകത്തേക്ക് കാണിക്കുമ്പോഴത്തേക്കാണ് അവിടെ ബൊമ്മി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അതിനകത്തേക്ക് ഒരു കത്തിയും കൊണ്ട് കയറി വരുന്നത് ഇവരെ കൊല്ലാൻ വേണ്ടി. അപ്പോഴേക്കും ബൊമ്മി ഓടി ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിനക്കറിയാലോ എങ്കിൽ നമ്മളെ രണ്ടുപേരെയും ഇവള് ഉപദ്രവിക്കുമായിരുന്നു, അതുകൊണ്ട് നീ ശിക്ഷിക്കേണ്ടത് അവളെയാണ്, ഞാനും നിന്നെപ്പോലെ ഒരാൾ തന്നെയല്ലേ എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ അവൾക്കുള്ള ആ ഒരു മൊത്ത ദേഷ്യവും എമിയോടാണല്ലോ. അതുകൊണ്ട് തന്നെ എമിയെ കൊല്ലാൻ വേണ്ടി ആ കത്തിയും കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ പെട്ടെന്ന് ചാൻ ഇടയിലേക്ക് കയറും. എന്നിട്ട് എമിയെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഇങ്ക് നീ ഇപ്പോഴെങ്കിലും നിർത്തണം, അവളെ ഇന്ന് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഓക്കെ, നീ അവളെ രക്ഷിക്കാൻ പോവാണെങ്കിൽ അവളെ കൊല്ലാൻ വേണ്ടി നിന്നെ കൊല്ലാനും ഞാൻ മടിക്കത്തില്ല എന്ന് പറഞ്ഞ് ആ കത്തി കൊണ്ടുവന്ന് ചാനിനെ ഒരു ഒറ്റ കുത്ത്. അതുപോലെ ഇവർ രണ്ടുപേരും നിൽക്കുന്നത് ആ ലൈറ്റ് ഹൗസിന് മുകളിലാണ്. അങ്ങനെ ചാനിനെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞ് എമിയെ കൊല്ലാൻ വേണ്ടി അടുത്തേക്ക് വരുമ്പോൾ അവൾ ആ കത്തിയിൽ കയറി പിടിച്ചിട്ട് രണ്ടുപേരും പിടിയും വലിയായി അവസാനം ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ തകർന്ന് ഇവർ രണ്ടുപേരും നേരെ കടലിലേക്ക് വന്ന് വീഴും. അങ്ങനെ രണ്ടുപേർക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ എമി കണ്ണുറക്കാണ്, അവൾക്കൊന്നും സംഭവിച്ചില്ല. തുറന്നു നോക്കുമ്പോൾ അവൾ അതേ ദ്വീപിൽ തന്നെ കരയിലുണ്ട്. ഓ രക്ഷപ്പെട്ടു, ഹീറോയിൻ മരിച്ചു എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുമ്പോൾ ഹീറോയിൻ മരിച്ചിട്ടില്ല. അങ്ങനെ വന്ന് എമിയെ കൊല്ലാൻ വേണ്ടി ഇവർ രണ്ടുപേരും വീണ്ടും ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം എമി ഹീറോയിനെ പിടിച്ച് തിരിച്ചെടുത്തിട്ട് അവളെ ഇടിച്ച് അവിടെയുള്ളൊരു കുപ്പിയെടുത്ത് അത് പൊട്ടിച്ചിട്ട് ഹീറോയിനെ കുത്താനായിട്ട് വരും. അപ്പോഴാണ് എമി പറയുന്നത് ഇല്ല, ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലാൻ പോകുന്നില്ല, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്താൽ മാത്രമല്ലേ ആ പ്രേതം എന്നെ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ കടലിലായിട്ട് വലിയൊരു കപ്പൽ വരുന്നുണ്ട്. അതുകൊണ്ട് എമിക്ക് നല്ല സന്തോഷമായിട്ട് അവൾ പറയുന്നുണ്ട് ഈ കപ്പൽ വന്നു കഴിഞ്ഞാലേ ഈ പെൺകുട്ടികളെല്ലാവരും നീ കൊന്നില്ലേ, അതിനുള്ള ശിക്ഷ നിനക്ക് എന്തായാലും കിട്ടും, നിന്നെ ഞാൻ ഉപദ്രവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ആ പ്രേതം എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എൻ്റെ ജീവിതം ഞാൻ ഇനി ജീവിക്കാൻ പോവാണെന്ന് പറഞ്ഞ് എമി അവിടെ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ എമിയെ വിളിച്ചിട്ട് ഹീറോയിൻ നല്ലതുപോലെ ചിരിച്ചു കഴിഞ്ഞിട്ടാണ് പറയുന്നത് അല്ല എമി, ഞാൻ ഈ ദ്വീപിലേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള ആ പ്രേതം നിങ്ങളെല്ലാവരെയും കൊല്ലാൻ വേണ്ടി അത്ര ആഗ്രഹിച്ചാണ് ഇരുന്നത്, പക്ഷെ ഞാനാണതിനെ സമ്മതിക്കാതിരുന്നത്, അതും അത്രയും കഷ്ടപ്പെട്ട് ഞാനതിനെ കൺട്രോളിൽ വെക്കുമായിരുന്നു, ഇനി ഒരിക്കലും അത് ചെയ്യാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവളുടെ കയ്യിലുള്ള ആ ഒരു കുപ്പിയുണ്ടല്ലോ അതെടുത്ത് അവളുടെ കഴുത്തിലേക്ക് തന്നെ കുത്തിയിറക്കും. അപ്പോഴാണ് ആ പ്രേതം അവളുടെ പിറകെ വന്ന് ഇപ്പോൾ എമി വിചാരിക്കുന്നത് എന്താണ്, ഈ പ്രേതം വീണ്ടും ഇവരെല്ലാവരെയും കൊല്ലുമെന്നാണ്. പക്ഷെ ആ പ്രേതം ചെയ്യുന്നതോ നമ്മുടെ ഹീറോയിനെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. വേറെ ഒന്നുമല്ല, ഇനി ഒരിക്കലും ഹീറോയിൻ ഇതുപോലെയുള്ള വേദനകളൊന്നും സഹിക്കണ്ട, അതിലും വലുത് അവൾ തന്നെ ഇല്ലാണ്ടാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഹീറോയിനുള്ള ആ ഒരു വെറുപ്പ് അത് മറ്റുള്ളവരോടുള്ളത് കൂടുതലാണ്, അത് നിന്നെ തന്നെ ഇല്ലാണ്ടാക്കും, അതുകൊണ്ട് എൻ്റെ മകള് ഈ ലോകത്തിന് ജീവിക്കേണ്ടെന്ന് പറഞ്ഞ ആ പ്രേതം ഹീറോയിനെ തന്നെ കൊന്ന് ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇതുകൂടിയാവുന്നത് നമ്മുടെ എമിക്ക് അത്രയും സന്തോഷമായി, കാരണം അവളിനി ഫ്രീ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ചാനിൻ്റെ ബോഡിയും വെച്ചിട്ട് ആ കടൽക്കരയിൽ ഇരിക്കുമ്പോൾ ഇവിടേക്ക് വന്ന ആ ഒരു കപ്പലിൽ ഒരുപാട് ക്യാപ്റ്റന്മാരായിരുന്നു ഈ നേവി. ഇപ്പം അവർ കരയിലേക്ക് വന്ന് എമിയെ കണ്ടിട്ട് അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അത് വിശ്വസിക്കത്തില്ല. ഈ പ്രേതം വന്ന് കൊന്നൊക്കെ പറയുമ്പോൾ ഇവർ വല്ലവരും വിശ്വസിക്കും? ഒരിക്കലുമില്ല. അപ്പോഴാണ് ഈ സ്കൂളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളും ഇതിൽ ചില ഉദ്യോഗസ്ഥർ പോയി കണ്ടിട്ട് വന്നിരുന്നു. അതിലൊരുപാട് പെൺകുട്ടികളെ മരിച്ചു. ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അവരോടും ഹെവി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ചോദിക്കുമ്പോൾ ബൊമ്മി എന്ന് പറഞ്ഞ ആ പെണ്ണും ബാക്കിയുള്ള എല്ലാവരും പറയും ഇല്ല സാർ, ഒരിക്കലും അതൊന്നുമല്ല സത്യം, ഇവള് തന്നെയാണ് എല്ലാ പെൺകുട്ടികളെയും കൊല്ലാൻ ശ്രമിച്ചതും പകുതി വരെ കൊന്നതും. ഇവള് പറഞ്ഞതുപോലെ പ്രേതമോ അതേപോലെ തന്നെ മറ്റൊരു പെണ്ണോ ഒരിക്കലും ഇവിടെ ഇല്ലായിരുന്നു, ഇവളാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ എമി പറയും ഇല്ല ഞാനല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾ അലറി വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ബൊമ്മി എന്ന് പറഞ്ഞ ആ പെണ്ണ് എമിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാനും
ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നിനക്കിട്ടൊരു പണി തരാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തിരിഞ്ഞ് എമിക്കിട്ട് പണി കൊടുക്കുന്നതും ഇപ്പോൾ അവർ എമിയെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ശബ്ദം വളരെ മോശമാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഈ മൂവി കണ്ടപ്പോൾ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ചെയ്തത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.